ഒരു കാലത്ത് ട്രാക്കുകളെ തീപിടിപ്പിച്ച അത്ലറ്റായിരുന്നു അബ്ദുൾ സമദ്. ദേശീയ മീറ്റിലും സംസ്ഥാന മീറ്റിലും സംസ്ഥാന കായികോത്സവത്തിലുമെല്ലാം 100-ലേറെ മെഡലുകൾ വാരിക്കൂട്ടിയ ചാമ്പ്യൻ. പക്ഷെ ജീവിതത്തിൽ അബ്ദുൾ സമദ് കിതക്കുകയായിരുന്നു. പ്രവാസത്തിലും അദ്ദേഹം ഇപ്പോൾ ജോലി തേടുകയാണ് കുവൈത്തിൽ. ഒരു കായിക പരിശീലകന്റെ എങ്കിലും ജോലി കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലാണ് അബ്ദുൾ സമദ് ഇപ്പോൾ. അത് 2002 ആദ്യമായി കായികമേളയിൽ പങ്കെടുക്കുന്നത് അല്ലേ? 2002 സാധാരണ ഒരു ആനുവൽ സ്പോർട്സ് മീറ്റ് മുതൽ 2002 സ്റ്റാർട്ട് ചെയ്ത ശേഷം 2003, 2004, 2005 LP ലെവലിൽ പങ്കെടുത്ത് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ കരസ്ഥമാക്കി. യു പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ലെവലിൽ പോയി. സ്റ്റേറ്റ് ലെവലിൽ വിൻ ചെയ്ത് 7ാം ക്ലാസ് പഠിച്ചപ്പോൾ ആ വർഷം തന്നെ 2007 7ാം ക്ലാസ് പഠിച്ചു. യു പി ലെവലിൽ സബ് ജൂനിയർ നാഷണൽ മീറ്റിലും പങ്കെടുത്ത് മെഡൽ കരസ്ഥമാക്കി. പിന്നെ 2008 ദേശീയ സ്കൂൾ നാഷണൽ മീറ്റ് ഇൻഡിവിജ്വൽ ചാമ്പ്യനായിരുന്നു. 3 ഗോൾഡ് മെഡലും 1 സിൽവർ മെഡലും. അങ്ങനെ യൂത്ത് ഇന്റർ ക്ലബ് മീറ്റ്, ജൂനിയർ നാഷണൽസ്, സ്റ്റേറ്റ് നാഷണൽസ്, സൗത്ത് സോൺ, ഇന്റർ സോൺ. 2009 ജൂനിയർ നാഷണൽ മീറ്റ് റെക്കോർഡ്. അതുപോലെ തന്നെ സൗത്ത് സോൺ നാഷണൽ മീറ്റ് റെക്കോർഡ്. 2012 യൂത്ത് 2 റെക്കോർഡുകൾ ഉണ്ടായിരുന്നു യൂത്ത് സ്റ്റേറ്റ് മീറ്റിൽ. ആ വർഷം തന്നെ കേരള ടീമിൻ്റെ ക്യാപ്റ്റനും കൂടിയായിരുന്നു. മാത്രമല്ല 2007 മുതൽ തുടർച്ചയായിട്ട് 6 വർഷം, സ്കൂൾ നാഷണൽ 6 വർഷം തുടർച്ചയായിട്ട് പങ്കെടുത്ത ഇവൻസിലൊക്കെ മെഡലുകൾ 26 നാഷണൽ മെഡലുകൾ മൊത്തമുണ്ട്. അതെല്ലാം കൂടുതലും സ്വർണ്ണ മെഡലാണ്. സ്റ്റേറ്റിൽ 48 സ്റ്റേറ്റ് മെഡലുകളുണ്ട്. 20 പ്രാവശ്യം കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിനും തൃശ്ശൂർ ജില്ലയ്ക്കും വേണ്ടി ഇത്രയധികം മെഡൽ നേടിയ അബ്ദുൾ സമദിന് സത്യത്തിൽ എന്താണ് ഒരു ജോലിക്ക് ഒരു തടസ്സമായി അധികൃതർ പറഞ്ഞത്? അവർ പറയുന്നത് കറണ്ട് പെർഫോമൻസ് പറയുന്നുണ്ട്, പിന്നെ അങ്ങനത്തെ ഒരു വിഷയമാണ്. പക്ഷേ കറണ്ട് പെർഫോമൻസ് പറയുകയാണെങ്കിൽ സമദിന് എനിക്ക് മാത്രമല്ലല്ലോ, പല ആളുകളും കറണ്ട് പെർഫോമൻസ് ഇല്ലാത്ത ആളുകൾ കേരള സർവീസിൽ ഉണ്ടല്ലോ. അതിൻ്റെ പേരിൽ കേരള പോലീസ് സെലക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് പോലീസിൽ സമദിനൊരു എൻട്രി കിട്ടാതിരുന്നത്? 2013 ലിസ്റ്റ്, കേരള പോലീസിൻ്റെ ലിസ്റ്റിലുണ്ടായി. ഞാനുണ്ടായിരുന്നു, വേറെ 4 പേര് അണ്ടർ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ലിസ്റ്റ് ഇട്ടു. ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ ട്രയൽസിന് വേണ്ടിയൊക്കെ പ്രിപ്പറേഷൻ ചെയ്ത്. പക്ഷേ അന്ന് ആ ട്രയൽസ് നടന്നില്ല. അന്ന് കോൺഗ്രസ് സർക്കാർ തന്നെയായിരുന്നു, പക്ഷേ ആ ട്രയൽസ് ഒന്നും നടന്നിട്ടില്ലായിരുന്നു. പിറ്റത്തെ പ്രാവശ്യം ലിസ്റ്റ് ഇട്ട ടൈമിൽ അപ്പോൾ ഇത് നമുക്ക് കറണ്ട് പെർഫോമൻസ് ഇല്ലായിരുന്നാണ്ട് അങ്ങനെ ഒരു ചാൻസ് നഷ്ടമായി. ആ ടൈമിലാണ് എല്ലാവർക്കും ഓരോ അനുഭവങ്ങളുണ്ടാവും, എനിക്ക് മാത്രമല്ല, ഓരോ കായിക താരങ്ങൾക്ക് ബാക്കിൽ ഓരോ അനുഭവങ്ങളുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണേ അറിയാത്ത അവസ്ഥയിലാണ് ടൈമിലെ കുറ്റിപ്പുറത്തില്ല സലാംക്കാർ ഫോസിൽ ഗ്രൂപ്പിൻ്റെ അദ്ദേഹമാണ് പിന്നെ എനിക്ക് ഗവൺമെൻറ് ജോലി ഞാൻ തരാടാണ് ഞാൻ എന്നെ കൈപിടിച്ച് ഇങ്ങനെ പ്രവാസി ജീവിതത്തിൽ എത്തിച്ച് കുവൈത്തിലേക്ക് വന്നത്. പല കൂടെ അന്ന് ഓടിയ ആളുകൾ ഇന്നിപ്പം രാജ്യാന്തര തലത്തിൽ മീറ്റിൽ പല ആളുകളും മത്സരിക്കുന്നുണ്ടല്ലോ. ആളുകൾ ആരെങ്കിലും കുറച്ച് പേര് കുറേ ആളുകളുണ്ട്. ഇപ്പം അഫ്സൽ, നമ്മളെ PU ചിത്ര. അന്ന് ഞാൻ ചെയ്ത ടൈമിലായിരുന്നു ജാവലിംഗ് ത്രോ ചെയ്ത് നീരജ് ചോപ്ര. മുഖ്യമന്ത്രിനോടും അതേപോലെ തന്നെ സ്പോർട്സ് മിനിസ്റ്ററിനോടും അതുപോലത്തെ വിദ്യാഭ്യാസ മന്ത്രിനോടും കേരള സർക്കാരിനോടും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ജീവിതത്തിൽ ഇത്രയും കാലം എൻ്റെ കരിയർ ഇത്രയും കാലം ഞാൻ സ്പോർട്സ് ചെയ്ത് ഇത്രയും വർഷങ്ങളോളം ഞാൻ സ്പോർട്സ് ചെയ്തിട്ട് വെച്ചാൽ കേരളത്തിനൊരു സപ്പോർട്ട് പ്രോത്സാഹനം നൽകും. അതേപോലത്തെ ഒരു മെസ്സേജ് തന്നെയാണ്. കുറേ ഇഞ്ചുറി ആയി വെച്ചാൽ എനിക്ക് നഷ്ടമായി, കുറേ സർജറി കഴിഞ്ഞ് ഇഞ്ചുറി ആയി. ഇത്രയും കാലം വിദ്യാഭ്യാസം വരെ ഉപേക്ഷിച്ച് ഇത്രയും നാഷണൽസ് പോയി ഇത്രയും പെർഫോമൻസ് ചെയ്ത് അതിനായിട്ട് പോലും ഒരു ജോലി നൽകുകയാണെങ്കിൽ ഇനി വരും തലമുറകൾക്ക് തന്നെ ദേശീയ സ്കൂൾ കാര്യങ്ങൾക്ക് തയ്യാറാക്കി നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കും ഇനി വരാൻ പോകുന്ന തലമുറകൾക്കൊക്കെ ഒരു പ്രോത്സാഹനം തന്നെ ആവും, അതേപോലത്തെ ഒരു മോട്ടിവേഷൻ ആവും. അങ്ങനെ പ്രോത്സാഹനം ഗവൺമെൻറ് ഭാഗത്തുണ്ടെങ്കിൽ ഇനിയും താരങ്ങൾ ഉയരും. അങ്ങനെ ഉയർന്നാൽ തന്നെ ഉള്ളൂ നമ്മൾ അത്ലറ്റിക്സ് ഫീൽഡിലൊക്കെ ഒളിമ്പിക് ലെവലിലൊക്കെ പിന്നെ ഉയരാൻ പറ്റുള്ളൂ. ഒളിമ്പിക്സിലൊന്നും നമുക്കില്ലല്ലോ. അല്ലാതെ ഇങ്ങനത്തെ താരങ്ങളൊക്കെ ഒഴിവാക്കി കഴിയുമ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറകളും സ്കൂൾസും മറ്റൊന്നും പങ്കെടുക്കില്ല. കൂടുതലായിട്ട് ഒരു വീട്ടുകാരും വിടില്ല. ഇപ്പം എൻ്റെ ഫാദറോ ഇനി ഇപ്പം എൻ്റെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്കെൻ്റെ പോണ ഇതിലുള്ള മക്കൾക്കും അവർക്കൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ആകുമ്പോൾ കേരളം അതമ്പതിച്ചു കൊണ്ടിരിക്കും. പുറത്തുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ കുറച്ച് സപ്പോർട്ടാണ്. ഇനി ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് പിന്നെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടാകുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് അവരെ കറണ്ട് പെർഫോമൻസ് നോക്കിയിട്ട് ജോലി കൊടുക്കരുത്. ഇത് എനിക്കുള്ള മെസ്സേജ് അല്ല, ഇതൊരിക്കലും കട്ട് ചെയ്ത് എനിക്കായിട്ടുള്ളൊരു മെസ്സേജ് അല്ല.
ഇത് ഇനി വരാൻ പോകുന്ന തലമുറകൾ ഇന്നെ പോലെ തന്നെ കുറേ സൗദികളുണ്ട്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞില്ലേ, വിട്ട് പോയി കിടക്കുന്ന, ആംഗിൾ പോയി കിടക്കുന്ന, പിന്നെ ഇനി ജോലി എടുക്കാൻ വേരം പൊക്കാതെ അവസ്ഥയിൽ കിടക്കുന്ന കുറേ താരങ്ങളുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അറിയാതെ കേരളത്തിന് വേണ്ടി സ്പോർട്സും അതേപോലെ അതിന് വേണ്ടി ഫുഡും സപ്ലിമെൻറ്റ്സും ഒക്കെ സമർപ്പിച്ച കുറേ ആളുകളുണ്ട്. അപ്പോൾ പോയിൻ്റ് അടിസ്ഥാനത്തിൽ ജോലി കൊടുക്കണം. ഇത് കട്ടാക്കരുതിട്ടോ, പോയിൻ്റ് അടിസ്ഥാനത്തിന് ജോലി കൊടുക്കണം. സീനിയർ നാഷണൽസിന് ഇപ്പോൾ കറണ്ട് പെർഫോമൻസ് ഇല്ല പറയുമല്ലോ, പക്ഷേ ഇതൊക്കെ സ്പോർട്സ് കേരളത്തിന് വേണ്ടിയിട്ടില്ല ചെയ്യുന്നത്. 2000 മുതൽ 2020 വരെ, 2002 മുതൽ 20 വരെ ചെയ്ത് അതൊക്കെ നമ്മൾ കേരളത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട്, നാടിന് വേണ്ടി സമർപ്പിച്ചിട്ട്, അതുപോലെ പബ്ലിസിറ്റി ഉണ്ട്, നാട്ടിന് പബ്ലിസിറ്റി, വീട് സ്കൂളിന് പബ്ലിസിറ്റി, കേരളത്തിന് പബ്ലിസിറ്റി, ഡിസ്ട്രിക്റ്റിന് പബ്ലിസിറ്റി. പിന്നെ ഒന്നുമില്ലാത്ത ടൈമിൽ മിനിസ്റ്റർ ഇല്ല, MLA ഇല്ല, ആരുമില്ല എന്ന് വെച്ചാൽ അവർക്കൊക്കെ നാട്ടുകാർക്കൊക്കെ ഒരു സാധാപം. ഞാൻ പ്രാർത്ഥിക്കാറ് പഴയ ഒപ്പം വർക്ക് ചെയ്ത സർവീസിലുള്ള ആളുകളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്ക്, പോലീസിലുള്ള കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്ക്, എന്തെങ്കിലും കിട്ടും. അത് കിട്ടാതിരിക്കില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, അവർക്കൊന്നും കഴിയണില്ല. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി കേരളത്തിന് വേണ്ടി വിവിധ മീറ്റുകളിൽ പ്രതിനിധീകരിച്ച അബ്ദുസ്സമദായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത വിഷമങ്ങളും ബുദ്ധിമുട്ടുകളാണ് നമ്മോട് പങ്കുവച്ചത്.